നമസ്കാരം. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണ ബ്രേക്കപ്പ് ഉണ്ടാവുന്ന സമയത്ത് എപ്പോഴും ആൾക്കാർ പറയുന്നതാണ് അതൊരു കറക്റ്റായിട്ടല്ല ഉണ്ടാവുന്നത്. അതിന് സാധാരണ നമ്മൾ പറയുന്നത് കുറച്ചൊരു മര്യാദയോടുകൂടി നമ്മൾ ബ്രേക്കപ്പ് ആവുകയാണ്, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയണമെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട് എന്നാണ് പറയുക. ഇതെല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ച് ഐഡിയാസ് പറയാം. നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ശരിയാണ്, ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. ആഫ്റ്റർ ഓൾ ഞാനൊരു കാര്യം പറയാം, ഏതൊരു ബ്രേക്കപ്പും പെയിൻഫുള്ളാണ്. വളരെ ഹാർഷായിട്ടാണ് സംസാരിച്ചതെന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ കുറച്ച് പൊളൈറ്റായി മര്യാദയോടുകൂടി ബ്രേക്കപ്പിനെ കുറിച്ച് സംസാരിക്കാം. അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, ഇത് എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല, പക്ഷേ ഈ രീതിയിൽ പറഞ്ഞു പോകുന്നത് ഒരു മര്യാദയാണെന്ന് മാത്രം. അതുകൊണ്ടാണ് പറയുന്നത്. ബ്രേക്കപ്പ് ആവുന്നതിന് മുമ്പ് രണ്ട് വ്യക്തികളും തമ്മിൽ പരസ്പരം സംസാരിച്ചിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ്. കമ്മ്യൂണിക്കേഷൻ അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും ഹാപ്പിനെസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് എനിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രോബ്ലമായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഉടൻ തന്നെ അത് സെറ്റിൽ ആവണമെന്ന് പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾ കരിയർ നോക്കണു, അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാനിപ്പോൾ റെഡി ആയിട്ടില്ല സെറ്റിൽ ആവാൻ, എനിക്ക് എത്ര പെട്ടെന്ന് പറ്റില്ല. അത് കൂടാതെ നിങ്ങൾ ഓപ്പണപ്പ് ആയിട്ട് പറയണം. എന്താണ് ഇഷ്യൂ എങ്കിൽ ആ ഇഷ്യൂ നിങ്ങൾ എടുത്ത് പറയണം. അതൊരു മര്യാദയാണ്. സോറി, ഇനി നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്താണ് റീസൺ എന്ന് അറിയാനുള്ളത് അപ്പുറത്തെ ആൾക്ക് ആഗ്രഹം ഉണ്ടാവും. അതൊരു മര്യാദയാണ്. അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ടാണ് ആ ഒരു റീസൺ നമ്മൾ പറഞ്ഞിരിക്കണമെന്ന്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രണ്ടാളുടെയും ഉയർച്ചയ്ക്ക് ഏറ്റവും നല്ലത് നമ്മൾ രണ്ടാളും വേറെ ആവുന്നത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിന്നെ മനസ്സിലാക്കാനും ഇന്ന സ്ഥലത്ത് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ റീസൺസ് മുന്നോട്ട് നമ്മൾ എടുത്ത് പറയാം. വേറൊരു കാര്യം, നമ്മുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല, ഞാനിപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും കുറച്ച് കഴിഞ്ഞാലും ഇത് പെയിൻഫുൾ ആവുള്ളൂ. ഒരു കാര്യം പറയട്ടെ, നമ്മൾ രണ്ടുപേർ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ ഇഷ്ടത്തിലാവുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്താണ് ചില പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോഴാണ് തിരിച്ചറിയുന്നത്. ആ സമയത്തായിരിക്കും ചില ആളുകൾക്ക് രണ്ടുപേരും ഓക്കെ അല്ല എന്ന് തോന്നുന്നത്. ഇത് പല സിറ്റുവേഷൻസും ഉണ്ട്, പല പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട്. അത് പലരും പല രീതിയിലാണ് ബാധിക്കുക. അതിൽ ഒന്നാമത്തെ ഒരു റീസൺ ഞാൻ പറയാം. ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവന്ന് എല്ലാറ്റിലും നല്ല ലെവലിലേക്ക് എത്തിക്കാൻ നിൽക്കുന്ന ഒരാളെന്നാണ് വിചാരിക്കൂ റിലേഷൻഷിപ്പിൽ. അങ്ങനെ എല്ലാം എത്തിച്ചു കഴിഞ്ഞ് ആ ആളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് ശേഷം ആൾ പറയാണ്, എനിക്ക് നിന്നെ ഒട്ടും ഓക്കെ അല്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10-14 വർഷത്തെ ഒരുപാട് പേര് ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മൾ കൗൺസിലിങ്ങിന് സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കി എമ്പത്തിയാണ് എടുക്കാൻ പാടുള്ളൂ, സിമ്പത്തി പാടില്ല എന്നാണ് പറയാം. ആഫ്റ്റർ ഓൾ നമുക്ക് പോലും ചില സമയത്ത് വിഷമം തോന്നാറുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. വിഷമം തോന്നാറുണ്ട്. എല്ലാം കഴിഞ്ഞ് സെറ്റിലാക്കി ഒരുവിധം കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് അവർ പറയുന്നതാണ് ഒട്ടും ഓക്കെ അല്ല എന്ന് പറയുന്ന സമയത്ത് മറ്റേ വ്യക്തിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നൊരു കേസിൽ ഒരാൾ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ ശരിക്കും ഓർക്കുകയാണ്. അവരില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ അറിയില്ല, പക്ഷെ ഞാനില്ലാണ്ടെയും എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ ഞാൻ അവരെ പഠിപ്പിച്ചപ്പോൾ അവരില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ളത് ഞാൻ പഠിച്ചിട്ടില്ല. അത് മിക്കവാറും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാറ്റിനും അവരെ എംപവർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിലൊരു സന്തോഷമാണ്, അവരെ എങ്ങനെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവരില്ലാണ്ടാവുമ്പോൾ അത് ഭയങ്കര പെയിൻഫുള്ളാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ നേരത്തെ പറഞ്ഞ ഡയലോഗുകൾ പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവണമെന്നില്ല. പക്ഷെ അവിടെയും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളെ വേണ്ട എന്ന് തോന്നുന്നൊരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കാരണവശാലും പിടിച്ചിർത്തിയിട്ട് ഒരു കാര്യമില്ല. ഐ നോ ഇത് ഭയങ്കര പെയിൻഫുള്ളാണ്, പക്ഷെ പ്ലീസ് ആക്സെപ്റ്റ് ദ റിയാലിറ്റി. ആ വ്യക്തിക്ക് നിങ്ങളെ ആവശ്യമില്ല, നിങ്ങളെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് ഒരു കാരണവശാലും വീണ്ടും വീണ്ടും പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നോ, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ദ പ്രസൻറ്റ് സിറ്റുവേഷൻ, ദിസ് ഈസ് ദ റിയാലിറ്റി. നിങ്ങളെ ആവശ്യമില്ല, അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതിനേക്കാളും നല്ല വൃത്തിയായിട്ടുള്ള ഒരാളാണ്, ഇത്രമാത്രം നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മാതിരി അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളെ കിട്ടാൻ അവർക്ക് യോഗമില്ല. നിങ്ങളല്ല അതിൻ്റെ കുഴപ്പം. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയട്ടെ, ഒന്നും പറയാതെ പോകുന്ന ആൾക്കാരില്ലേ,
അവരെക്കാളും ബെറ്ററാണ് എപ്പോഴും റീസൺ പറഞ്ഞു പോകുന്നത്. മേ ബി ഇത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കാം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ. ബട്ട് ഈ സമയത്ത് നമ്മൾ ബ്രേക്കപ്പ് ആകുമ്പോൾ ഡ്രിങ്ക്സ്, സിഗരറ്റ് സ്മോക്കിങ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ കുറച്ചും കൂടി ബെറ്റർ ആവുക വേണ്ട. 24 മണിക്കൂറും ഒരാളിലേക്ക് തന്നെ ഒതുങ്ങി കൂടിയിട്ട് പെട്ടെന്ന് ഇല്ലാണ്ടാവുമ്പോഴുള്ള ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും ഒരു മര്യാദയുണ്ട്. ബ്രേക്കപ്പ് ആകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. ഒരാൾ മാത്രമായിട്ടൊരു തീരുമാനം എടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. രണ്ടുപേർ കൂടിയുള്ള തീരുമാനം എടുക്കുമ്പോൾ അത്ര വലിയ കുഴപ്പമില്ല. മനസ്സിലായോ? നമ്മൾ ചില സിനിമയിലൊക്കെ കാണില്ലേ, എനിക്ക് നിന്നോട് നമുക്ക് പിരിയാം എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടർ എന്നൊക്കെ പറയണം. അങ്ങനത്തെ കേസാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. താങ്ക് യു. എത്ര നേരം?